ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മൾ അമ്മൂമ്മൻ്റെ വന്നിരിക്കുകയാണ്. സോ ഇന്ന് അമ്മൂമ്മൻ്റെ മാര്യം പൂച്ചാണ്. അപ്പോൾ റെഡിയായി. അപ്പോൾ പച്ചമാവ് എടുക്കാൻ പോവാണ്. വെള്ളം സെറ്റാണ്, നമുക്ക് പോയി നോക്കാം. ഇതാണ് പച്ചമാവ്. ഇത് എൻ്റെ ഈ വ്ളോഗ് പാലക്കാട്ടിൻ്റെ പുറത്തുനിന്ന് കാണുന്നവർക്ക് ഇതെന്താണെന്ന് അറിയില്ല. പക്ഷെ പാലക്കാടിനകത്തുള്ളവർക്കും പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് കാണുന്നവർക്കൊക്കെ തന്നെ അറിയുള്ളൂ ഇതെന്താ സംഭവം എന്നുള്ളത്. ഇതൊരു മാര്യമ്മൻ്റെ എന്താണ് ആരുടെ കല്യാണം സംതിങ് എന്തോ ആണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ വിരുന്നൊരുക്കുക അങ്ങനെ എന്തോ കൊണ്ടുപോകണമെങ്കിൽ കറക്റ്റ് അറിയില്ലെങ്കിലും ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞുതരാം. സ്ലോ മോഷൻ അങ്ങ് നടക്ക്. എടി മുഖം കാണിക്ക്. ഇത്രയും പേരുണ്ട. ഇവിടുത്തെ ഫംഗ്ഷൻ പല ദേശങ്ങളിൽ നിന്നും ഓരോ വീട്ടിൽ നിന്നുമാണ് ഈ ഒരു പച്ചമാവ് എടുത്തിട്ട് വരുന്നത്. അപ്പോൾ ഇത് ദൈവത്തിന് സമർപ്പിക്കാൻ വേണ്ടിയിട്ട്, കല്യാണം കഴിഞ്ഞ് ദൈവത്തിന് സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ വീട്ടിൽ നിന്നും ഈ ഒരു പച്ചമാവ് എടുക്കുന്നത്. ഇവിടുത്തെ ആചാരം എന്ന് പറയുന്നത് പല ദേശങ്ങളിലും ഓരോരോ വീട്ടിൽ നിന്ന് എടുക്കണമുണ്ട്. ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതാണ് കൊഴിഞ്ഞാമ്പാറത്തെ ലാസ്റ്റ് മാര്യം പൂജ. അതുകൊണ്ട് എല്ലാ വീട്ടിൽ നിന്നും എല്ലാവരും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ ഫംഗ്ഷൻ ആയതുകൊണ്ടും അവരുടെ വീട്ടിൽ നിന്ന് വിരുന്നുകാരും വന്നുകൊണ്ടും ഒരുപാട് ആൾക്കാരാണ്. അപ്പോൾ എല്ലാ ദേശങ്ങളും വന്ന ശേഷമേ ഈ ഒരു ഇത് അമ്പലത്തേക്ക് കൊണ്ടുപോകുള്ളൂ. അപ്പോൾ ഈ ഒരു ചടങ്ങ് എന്താണെന്ന് വെച്ചാൽ നമ്മളെ പച്ചമാവിൽ ഒരു കുഞ്ഞു പച്ചമാവ് കൂടെ വെച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ പൂജയ്ക്കും വെച്ചിട്ടുണ്ടാവും. അപ്പം പൂജാ സാധനങ്ങളും കുഞ്ഞു പച്ചമാവും എടുക്കുന്നതാണ് ഈ ഒരു ചടങ്ങ്. എന്താ വെച്ചാൽ നമ്മൾ കൊണ്ടുപോയത് നമുക്ക് ദൈവത്തിന് സമർപ്പിച്ചു എന്നുള്ളൊരു ബിലീവിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കുഞ്ഞു പച്ചമാവ് ദൈവത്തിന് സമർപ്പിക്കുന്നത്. പിന്നെ അതിനുശേഷം നമ്മുടെ പച്ചമാവിൽ കുത്തിവെച്ച പൂവ് ഇങ്ങനത്തെ കാര്യങ്ങൾ 2-3 അവിടെ എന്തെങ്കിലും ഇടണം എന്നാണ് അതിൻ്റെ ഐതിഹ്യം. ഇതാണ് നേർച്ച പൂവോട്. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇതിനകത്ത് തീയായിരിക്കും. അപ്പോൾ നമ്മളുടെ അമ്പലത്തിന് വേണ്ടി ഈ ഒരു നേർച്ച പൂവോട് എടുത്തിട്ട് ഒരു അങ്കിൾ ഇങ്ങനെ കളിക്കും. ഓക്കെ, അതാണ് ഇവിടുത്തെ ഒരു ആചാരമാണ്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്.
ചുറ്റിയിട്ട് വലം വെച്ച് വരുവായിരിക്കല്ലേ. സോ ഗായ്സ് നമ്മൾ മാവളക്ക് കൊണ്ടുവച്ച ശേഷം നമ്മൾ പൊങ്കൽ വെക്കാൻ വേണ്ടി പോവാണ്. പൊങ്കൽ വെച്ചിട്ട് നമ്മൾ എവിടെ പോവാണ്? പൊങ്കൽ വെച്ചിട്ട് അമ്പലത്തിൽ കൊടുക്കാൻ പോവാണ്. ഓക്കെ, ഇവിടെ കുറച്ച് ജിങ്കിടികളുണ്ട്, ജിങ്കിടികൾ. അപ്പോൾ നമുക്ക് പോയി കാണാം. ഓക്കെ ഗായ്സ്, നമ്മൾ ഇതാണ് അമ്പലത്തിൽ നേഴിക്കാൻ കൊണ്ടുപോകുന്നത്. സോ ഇതാണ് പൊങ്കൽ. അപ്പോൾ നമ്മൾ എല്ലാവരും പോയി നമ്മൾ പോയിട്ടില്ല. അപ്പോൾ നമ്മൾ കൊണ്ടുകൊടുക്കാം. ദിസ് ഈസ് അമ്മൂമ്മ. നോക്ക്, സുന്ദരി ആയിട്ടുണ്ടല്ലോ. സുന്ദരി പണങ്ങിട്ട് പോകാണ്. സുന്ദരി, സുന്ദര. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇന്നത്തെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ വീട്ടിൽ പോവാണ്. അപ്പോൾ നമ്മൾ പോണ വഴി കൊടുക്കാപ്പുള്ളിയുണ്ട്. അപ്പോൾ അതും കൂടെ വലിച്ചിട്ട് നമ്മൾ കഴിക്കുന്നതാണ്. അവിടെ അത്ര ഉണ്ട് എന്നൊന്നും അറിയില്ല, പക്ഷെ നമുക്ക് നോക്കാം. ഓക്കെ, ബൈ ബൈ. ഗായ്സ്, നമ്മൾ ഇന്നും കൊടുക്കാപ്പുള്ളി വലിക്കാൻ പോവാണ്. ഈ രണ്ട് ചിങ്കിടികളാണ് എന്നെയും കൊണ്ട് കൊടുക്കാപ്പുള്ളി കളിക്കാൻ പോണത്. അപ്പൊ ഇതാരാന്നൊന്നും എനിക്കറിയത്തില്ല. ഇതാരുടെ തോട്ടത്തിലാണെന്ന് എനിക്കറിയത്തില്ല. നിന്റെ എന്താണ് യൂട്യൂബിന്റെ ID പറ. യൂട്യൂബ് ചാനലിന്റെ നെയിം പറ. യൂട്യൂബിന്റെ നെയിം പറ. യൂട്യൂബിന്റെ നെയിം പറ. ഇവിടെയാണ് എന്തുള്ള കൊടുക്കാപ്പുള്ളിയുള്ളത്. നമുക്ക് കളിക്കാൻ പോവാ. ഇതാരുടെ വീടാണെന്ന് അറിയില്ല, ബട്ട് നമുക്ക് പോയി നോക്കാം. പോയി നോക്കാം. ആരാന്നൊന്നും അറിയത്തില്ല ഗൈസ്. പിന്നെ കാറിലും നമ്മൾ തൊടാൻ പാടില്ല. നമ്മൾ വന്ന ലക്ഷ്യം കൊടുക്കാപ്പുള്ളി. വാവ്, അടിപൊളി. ഒന്നും ഒത്തില്ല. ഞങ്ങൾ കൊടുക്കാപ്പുള്ളി നോക്കിയതാ. കൊടുക്കാപ്പുള്ളി ഒന്നും കാണാനില്ല. കൊടുക്കാപ്പുള്ളി. സോ ഗായ്സ്, നമ്മൾ അങ്ങനെ വീടെത്താനായി. സോ നമ്മളെ പൂജയൊക്കെ കഴിച്ചിട്ടാണ്. ഈ കൂടയിൽ പൂജ കഴിച്ചതൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ചേട്ടാ ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ചേട്ടാ ബൈ ബൈ. ബൈ ബൈ പറ. ബൈ ബൈ.